ബീഹാറിലെ കോടിക്കണക്കിന് വോട്ടർമാർ ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടെ ഇവിഎം പരിശോധന പൂർത്തിയാക്കി മണ്ഡലങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. ബീഹാർ പോലീസിനെ മാറ്റി പകരം സൈന്യത്തിന്റെ സംരക്ഷണയിലാണ് ദിവസങ്ങളോളം ഇവിഎം ബീഹാറിലൂടെ സഞ്ചരിച്ചത്. പല മേഖലകളിലും നക്സലൈറ്റ് ഭീഷണികൾ നിലനിൽക്കുന്നതുകൊണ്ടും ഉൾഗ്രാമങ്ങളിൽ ബൂത്ത് കയ്യേറ്റവും ഉണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഈ ബൂത്തുകളിൽ ഇവിഎമ്മിന് പട്ടാളം നേരിട്ടാണ് സംരക്ഷണം നൽകുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി അട്ടിമറി സാധ്യത ചൂണ്ടിക്കാട്ടിയതോടെയാണ് സൈന്യം കാവൽ നിൽക്കാൻ എത്തിയതെന്ന രീതിയിൽ വാർത്തകളും ബീഹാറിൽ നിന്ന് വരുന്നുണ്ട്. നിയോജക മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് ജാഗ്രത പുലർത്തണമെന്നും ഉദ്യോഗസ്ഥരെ അടക്കം നിരീക്ഷിക്കണമെന്നും രാഹുൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിഎം പരിശോധനകൾ നടത്തിയപ്പോഴും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ സൈന്യം തയ്യാറായിരുന്നു. 189 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് ഇവിഎം പരിശോധനകൾ നടത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ചില നിർണായക മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിറക്കിയിരുന്നു. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇവിഎമ്മുകൾ എത്രമാത്രം സുതാര്യമാക്കാമോ അത്രമാത്രം സുതാര്യമാക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇതിനു പിന്നാലെ ചില സുപ്രധാന മാറ്റങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അത്തരം മാറ്റങ്ങൾ നടത്തിയെന്നും ബീഹാർ തെരഞ്ഞെടുപ്പുകൾ മുതൽക്ക് സുപ്രധാന മാറ്റങ്ങൾ ഇവിഎമ്മിൽ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിശോധനയിൽ ഭൂരിഭാഗം മെഷീനുകളും തകരാറുകൾ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥികൾക്കോ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിക്കോ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനമാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയത്. ഈ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടത്. ഇതിൽ പോൾ ചെയ്തതിനു ശേഷം വിവിപാറ്റുമായി ഒത്തുനോക്കാനും മെഷീൻ പ്രവർത്തന സജ്ജമാണെന്ന് മനസ്സിലാക്കാനും സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ 1400 വോട്ടുകളെങ്കിലും മോക്ക് പോളിലൂടെ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന വോട്ടുകളും വിവിപാറ്റുകളും തമ്മിൽ ഒത്തുനോക്കിയാണ് വോട്ടിംഗ് മെഷീൻ കാര്യക്ഷമമാണെന്ന് തിരിച്ചറിയുന്നത്. ഇതിനു പുറമെ ഇവിഎമ്മുകളിൽ സംഭരിച്ചിരിക്കുന്ന ഡേറ്റ വോട്ടിംഗ് നടക്കുമ്പോൾ ഇല്ലാതാക്കരുതെന്നും സിംബൽ ലോഡിംഗ് യൂണിറ്റുകളും വോട്ടിംഗിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 26-ന് ഇവിഎമ്മുകളുടെ ഉപയോഗം പൂർത്തിയായ വിവിപാറ്റ് സ്ലിപ്പുകളുടെ 100% എണ്ണലും നടത്തണമെന്ന അപേക്ഷയും സുപ്രീം കോടതി നിരസിച്ചിരുന്നു. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടാമതോ മൂന്നാമതോ സ്ഥാനങ്ങൾ നേടുന്ന സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ പരിശോധിക്കുന്നതിനുമുള്ള ഒരു പുതിയ സംവിധാനവും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഈ പരിഷ്കരണവും ഉടൻ തന്നെ നടപ്പിലാക്കും. വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കടിഞ്ഞാൺ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്നത് പരസ്യമായ രഹസ്യമാണ്. ഈ വസ്തുതകൾ പൊളിച്ചെടുക്കാനാണ് രാഹുൽ ഗാന്ധി ആദ്യം മുതൽക്കേ ശ്രമിച്ചത്. ഇതിൽ വിജയിച്ചുവെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനിടെ ഇവിഎമ്മുകൾ തകരാറിലായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വോട്ടെടുപ്പിനായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും സഹിതം മെഷീനുകളിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ പോലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന കണ്ടെത്തലാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തകർച്ച മൂലം കൂടുതൽ മെഷീനുകൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിൽ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നാണ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. മെഷീനിൽ വലിയ രീതിയിൽ ഇൻപുട്ട് സ്വീകരിക്കാതെ നിരസിച്ചതായി കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ബാലറ്റ് യൂണിറ്റുകൾ എന്ന BU കൺട്രോൾ യൂണിറ്റുകൾ എന്ന CU പിന്നെ വിവിപാറ്റുകൾ എന്നിവയ്ക്ക് 5% വരെ ഇൻപുട്ട് നിരസിച്ചതായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പരാതികൾക്ക് കൂടി പരിഹാരമായി എന്ന് വിശ്വസിച്ചാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.